അങ്ങനെ നമ്മൾ ഒരു 1.5 മണിക്കൂർ താമസിച്ചെങ്കിലും നമ്മുടെ സ്പോട്ടിലെത്തി. നമ്മൾ വഴിയിലൊക്കെ നിർത്തി വന്നുകൊണ്ടാണ് അത്രയും താമസിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇറങ്ങും. ഇവിടെ വന്നപ്പോൾ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് അറിയത്തില്ലാത്തതിനാൽ ഇവിടുത്തെ നമ്പർ ഞാൻ ഇന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ കയറി വന്നിട്ടാണ് വഴി കാണിച്ചു തന്നത്. അപ്പോൾ ആ ചേട്ടൻ താഴോട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ പതുക്കെ സ്ഥലങ്ങളൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പം ആദ്യം കണ്ട ഒരു ബിൽഡിങ്ങാണിത്. അപ്പം ഇവിടെ വെച്ചാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മളിനി റൂമിലോട്ടാണ് പോകുന്നത്. റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻറ്റ് സ്റ്റേ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ക്യാമ്പ് ഫയറിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നമ്മളിവിടെ കണ്ടു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ടെൻറ്റുകൾ. അപ്പോൾ ഇവിടെ ഈ കാണുന്ന റൂമിലൊക്കെ ഫുള്ളാണ്. അപ്പം മൊത്തം ഫാമിലി ആയിട്ടൊക്കെ വന്നവരാണ് ഇവിടെയൊക്കെ കണ്ടത്. അപ്പോൾ ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നത് ഒരു ടോയ്ലറ്റാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ ഒഴിവായിട്ടുള്ളത് ഇങ്ങ് അറ്റത്ത് കാണുന്ന ഒരു ടെൻറ്റാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ആ റൂമിൻ്റെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേളിൽ കാണുന്നിടത്തൊക്കെ ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളാണ് ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ആ ചേട്ടൻ ഈ ടെൻറ്റിൻ്റെ വകഭാഗം തുറന്ന് കാണിക്കുകയാണ്. അപ്പം 2 സിബുണ്ട് ഇതിന്. അപ്പോൾ അത് രണ്ടും തുറന്ന് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അകത്തോട്ട് പോകാൻ സാധിക്കുന്നത്. ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ്, താഴെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ഇത് മൊത്തം തേയിലത്തോട്ടമാണ്. ഇറങ്ങി നമ്മളങ്ങ് ആ ദൂരെ കാണുന്ന ഒരു ഡാമാണ്. ഏത് ഡാമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒന്ന് ഗൂഗിൾ മാപ്പിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഏതാ സ്ഥലം എന്ന് പറയാം. അപ്പം ഇത് അവിടെ വേറെ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. അത് ഗോപ്രോയിലാണ്ട് നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും. ഏതായാലും സ്ഥലം കൊള്ളാം, അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഫോണിൻ്റെയും ഗോപ്രോയുടെയും എല്ലാം ചാർജ് തീർന്നിരിക്കുകയാണ്. ഇനി അതെല്ലാം ഒന്ന് കുത്തിയിടണം. എന്തായാലും അതെല്ലാം ഒന്ന് ചാർജ് ചെയ്തിട്ട് ബാക്കി കുറച്ച് ക്യാമറ കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് വെച്ച്. പിന്നെ പോകുന്നത് ഇനി വൈകുന്നേരമാണ്. ഇനി ക്യാമ്പ് ഫയറൊക്കെ കാണും. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു രാവിലെ 2:30 ആകുമ്പോഴേ നമ്മൾ ഓഫ് റോഡിന് പോകത്തുള്ളൂ. ഓഫ് റോഡ് മീൻസ് ജീപ്പ് എടുത്ത് നമ്മൾ മല കയറാൻ പോകത്തുള്ളൂ. അതുവരെ നമ്മൾ ഈ സ്റ്റേ തന്നെയായിരിക്കും. നമ്മുടെ ടെൻറ്റ് കിട്ടിയേക്കുന്നത് നേരെ ഈ വഴി കയറി ചെല്ലുന്നിടത്താണ്. നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് വീട്ടിലോട്ടൊക്കെ വിളിക്കുകയാണ്, അതേപോലെ റെസ്റ്റൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ചു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരെയൊക്കെ പരിചയപ്പെട്ടു. അവരൊക്കെ ഒരു ഉച്ചയോടുകൂടി ഇവിടെ വന്നവരാണ്. ഇനി ഞാൻ ഈ ടെൻറ്റിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ 2 പില്ലോ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 2 ബ്ലാങ്കറ്റുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പേർക്ക് വേണ്ടിയാണ് ഈ ഒരു ടെൻറ്റ് മൊത്തം ക്രമീകരിച്ചിരിക്കുന്നത്. അതേപോലെ ഈ കാണുന്ന ടെൻറ്റുകളെല്ലാം 2 പേർക്ക് വേണ്ടിയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നാൽ ഇതേപോലെ ഒരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അത്യാവശ്യം നല്ല സുഖമായിട്ട് കിടക്കാനൊക്കെ പറ്റും. അപ്പം ഞാൻ ഇവിടെ മേളിൽ കയറി വന്നപ്പോഴത്തേക്ക് കണ്ടതാണ് ഈ ഒരു പട്ടിയെ. അപ്പം ഇവിടുത്തെ ഒരു അംഗം തന്നെയാണിത്. അപ്പം ഇതിനെ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ. പിന്നെ ഞങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇതുവരെ കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് വെളിയിൽ വരെ പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു വാട്ടർഫാൾസ് കാണാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 5 മണിയാകുന്നു. അപ്പോൾ തിരിച്ചൊരു 6 മണി കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് വരാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയറുണ്ട്, പിന്നെ ഡിന്നർ, അതുപോലത്തെ കാര്യങ്ങളാണ് പിന്നുള്ളത്. നമ്മളെടുത്തിരിക്കുന്ന ഈ സെയിം പാക്കേജ് എടുത്തിരിക്കുന്നതും കൂടുതലും മലയാളികളാണ് ഇവിടെ. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. നമ്മളിപ്പോൾ നടന്ന് മുമ്പ് ഫുഡ് മേടിക്കാൻ പോയ സിറ്റിയിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ പുറകിലൊരു സിപ്പ് ലൈനുണ്ട്. അപ്പോൾ നാളെ വല്ലതും കയറാം അല്ലേ? നാളെ വല്ലതും കയറാം. അപ്പം നമ്മൾ മുമ്പ് ഒരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. മിക്കവാറും അങ്ങോട്ടാണ് പോകുന്നതെന്നൊരു സംശയമുണ്ട്. അത് റോഡ് സൈഡിലാണ്, ആ സിറ്റിയിലാണ് ഒരു വെള്ളച്ചാട്ടം ഞാൻ കണ്ടായിരുന്നു. മിക്കവാറും അങ്ങോട്ട് തന്നെയായിരിക്കും പോകുന്നത്. ഏതായാലും ചെന്ന് നോക്കാം. മുമ്പേ നമ്മൾ സിറ്റിയിലോട്ട് പോയത് ആ ഒരു സൈഡിലോട്ടാണ്. അപ്പം ഈ ഒരു സൈഡിലോട്ടാണ് പോയത്. അപ്പം ഇത് വേറൊരു വഴിയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ സിറ്റി കണ്ട വെള്ളച്ചാട്ടത്തിലോട്ടല്ല ഇപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ വന്ന വഴികളെല്ലാം അതിമനോഹരമാണ് കാണാൻ. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഫോട്ടോയൊക്കെ എടുത്താണ് ഈ ഓരോ വഴികൾ കൂടെയും വരുന്നത്. അങ്ങനെ നടന്നു വന്ന് ഇപ്പോൾ നമ്മളൊരു കുത്ത ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന്
ഒരു ഇടവഴി കയറി. ഈ ഒരു സൈഡിലാണ് വെള്ളച്ചാട്ടം എന്ന് തോന്നുന്നു. ഈ സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല വൈബ് സ്ഥലമാണ്. എന്തായാലും വന്ന് നമ്മളെ സമയം നല്ല ടൈമാണ്. വെയിലൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റി.